പരാതി കൊടുത്തു, താങ്കൾ പീഡിപ്പിച്ചു, താങ്കളെ എടുത്തില്ല. എന്ത് താങ്കളുടെ ലൈവ് ലൊക്കേഷൻ താങ്കളെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തതിനു ശേഷം 14 ദിവസം റിമാൻഡ് ചെയ്യും. അതിനുശേഷം താങ്കൾ ട്രയലും കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് 5 or 6 വർഷങ്ങൾക്ക് ശേഷം താങ്കൾ നിരപരാധിയാണെന്ന് തുടങ്ങി. ആ താങ്കൾ അനുഭവിച്ച മെന്റൽ അഗണി, താങ്കൾക്കുണ്ടായ ഡിഗ്നിറ്റി, താങ്കൾക്ക് ഫാമിലിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് തടസ്സം ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊരു മർഡർ കേസിലുണ്ടാവില്ലേ? മരണം നടന്നിട്ടുണ്ടോ സ്ഥിരീകരിച്ചു. ദുരൂഹമായ സാഹചര്യത്തിലാണ് നടന്നത്. അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ പീഡന കേസിലെ പോലെ പെട്ടുപോയി പരാതി കൊടുത്തോടെ ആളെ നോക്കേണ്ട അതിന്റെ പരിപാടിയില്ല. ശരിയാണല്ലോ. പക്ഷെ ഒരാൾ ചത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞിട്ടാണ് ആളെ പിടിക്കുന്നത്. അത്രയും പരിപാടി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ്. മറ്റേ ഇതൊരു പെണ്ണുപോയി പറഞ്ഞ ഉടനെ അവന്റെ സത്യമാണോ കള്ളമാണോ ഒന്നും നോക്കുന്നില്ല. അവന്റെ ഫോട്ടോ ആയി, അവന്റെ വീട്ട് അഡ്രസ് ആയി, അവന്റെ ജാതകം വരെ വേണമെങ്കിൽ അവന്മാര് വെളിപ്പെടുത്തി. അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അവന്റെ കുടുംബം, അവനെ പഠിച്ച സ്കൂള്, പഠിച്ച സാറന്മാര്, കൂടെ പഠിച്ച കൂട്ടുകാര്. വേണ്ട, നിയമം മാറാനിരിക്കുന്നു കുറച്ചുകൂടെ അല്ലേ?